നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വിദ്യാർത്ഥി അധ്യാപക സുഹൃത്തുക്കളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ വന്ന അന്ന് തൊട്ട് നിങ്ങൾ ഇതിനകത്ത് ഇന്നായിരിക്കണം. ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ സാറേ, സമയം മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പം നമ്മുടെ ഏതൊക്കെ മേഖലകൾ മാറ്റി വെച്ചോ, സാക്രിഫൈസ് ചെയ്തോ, എന്ത് ചെയ്യണം, നമ്മൾ ഈ സമയം കൃത്യമായിട്ട് ഇതിനെ കൊണ്ട് കൊടുക്കുകയും ആത്മാർത്ഥമായി കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ HSS ഇത് ബെസ്റ്റ് ഇൻ ദ ഓപ്പർച്യൂണിറ്റിയാണ്. സോ നമ്മളതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. നമ്മൾ മാറി നിൽക്കരുത്. നിങ്ങൾ കൺഫർമേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഫൈനൽ സിലബസ് വന്നിട്ട് നമുക്കിതൊന്നും അല്ലല്ലോ ഈ സിലബസ്, അങ്ങനെ ഒരു പരിപാടി ഇതിനകത്തില്ല. ഒരു സാധാരണ സാഹചര്യത്തിൽ നിന്ന് പോകുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം HSST ആണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. ഹായ് ഓൾ, HSST പരീക്ഷകളുടെ ഒരു പെരുമഴ കാലത്താണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. ഒരുപാട് HSST പരീക്ഷകൾ 2026 ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ ആക്റ്റീവാണ്, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലും ഇന്ത്യയിലെ ആകമാനവും കുറേ വ്യത്യാസങ്ങൾ, കുറേ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ചും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് NEP 2020യുടെ ഭാഗമായിട്ട് കുറേ വ്യത്യാസങ്ങൾ വിദ്യാഭ്യാസത്തിന് മൊത്തത്തിലുള്ള സ്ട്രക്ചറിൽ ഉൾപ്പെടെ വരുന്നുണ്ട്. ഇപ്പോൾ കേരളവും അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ NEPയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നല്ലെങ്കിൽ നാളത്തേക്ക് ചിലപ്പോൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ HSST, ഇത് നമ്മുടെ ഇപ്പോൾ നടക്കുന്ന HSST, 2026 നടക്കാൻ പോകുന്ന HSSTകളുടെ പ്രാധാന്യം എന്ത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സാർ, വിഷ്ണു സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമ്മുടെ ഈ ഒരു സാഹചര്യം നമുക്കറിയാം, ഇതുപോലെ ഞാൻ കുറേ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സാഹചര്യത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഒരു പക്ഷേ വന്നേക്കാം, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ, ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൽ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇനി വരുന്ന HSSTയുടെ ഒരു പ്രാധാന്യം ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? സാറേ, എനിക്ക് തോന്നുന്നത് ഇതേ വിഷയം തന്നെ നമ്മളൊരു 2-3 മാസം മുമ്പ് നമ്മുടെ കുറേ അധ്യാപക സുഹൃത്തുക്കളൊക്കെ ഇരുന്നപ്പോൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ HSST പരീക്ഷ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പറയുന്ന ഒരു പാരഡൈം ഷിഫ്റ്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ നമ്മുടെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിൽ നിന്നാണ് നമ്മൾ +2ലേക്ക് വരുന്നത്. അതൊരു പാരഡൈം ഷിഫ്റ്റ് ആയിരുന്നു. കാരണം ആ സമയത്ത് ഭയങ്കരമായ വേക്കൻസി തുടങ്ങുവാണല്ലോ. അങ്ങനെ എലിജിബിൾ വേക്കൻസി ആളുകളില്ല. സ്വാഭാവികമായിട്ടും 300-400 പേരെയൊക്കെ ഒരു ലിസ്റ്റിൽ നിന്ന് അന്ന് തന്നെ സാറേ ഒരു പരീക്ഷ, ഒരു HSST പരീക്ഷ HSSTയിലേക്കും NVTയിലേക്കും ഒരേ ലിസ്റ്റിൽ നിന്നാണ് ആൾക്കാർ എടുക്കുന്നത്. അതായത് അത്രമാത്രം ജോബ് ഓപ്പർച്യൂണിറ്റി ആ സമയത്ത് ഉണ്ടായി. അപ്പോൾ ഇന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പാരഡൈം ഷിഫ്റ്റിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നമുക്കൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണെങ്കിൽ ഇവിടെ നമുക്കൊരു ത്രെഡിങ് ഔട്ട്ലുക്കിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയാം. കാരണം കുറച്ച് നമുക്ക് ഒരു പ്രോബ്ലം ഉള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം സാറിന് അറിയാലോ, നമ്മൾ BEd എടുക്കുന്നു, അല്ലെങ്കിൽ PG എടുക്കുന്നു, അല്ലെങ്കിൽ MPhilോ JRFോ PhDയോ ആ തരത്തിലേക്കൊക്കെ പോകുന്നു. നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് HSST ആണ്. പിന്നെ ഉള്ളത് കോളേജ് ഗേറ്റാണ്. കോളേജ് ഗേറ്റിൻ്റെയൊക്കെ ഒരു ഒരു 10 അല്ലെങ്കിൽ 7-8 വർഷം കൂടുമ്പോൾ വിളിക്കുന്നു. അതിൽ തന്നെ വേക്കൻസികൾ വളരെ കുറവാണ്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റികളാണ്. അവിടെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ യോഗ്യതകൾ, പേപ്പറിൻ്റെ ക്വാളിറ്റി, അങ്ങനെയുള്ള പല വിഷയങ്ങൾ അവിടെ വരും. ഇപ്പം തന്നെ 6-7 പോസ്റ്റ് ഡോക്ക് ഉള്ളവരാണ് യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ നിലവാരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സാധാരണ സാഹചര്യത്തിൽ നിന്ന് പോകുന്നൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം HSST ആണ് ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കുമ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഹൈസ്കൂൾ തലവും ഹയർ സെക്കൻഡറി തലവും കൂടെ ഒരുമിക്കുന്നു. അതിനുശേഷം ഈ പ്രിൻസിപ്പള്, വൈസ് പ്രിൻസിപ്പള്, HM അല്ലേ, അങ്ങനെയുള്ള പല തരത്തിലുള്ള സാധനങ്ങളും മാറുവാണ്. പല തസ്തികകളും മാറ്റം വരുവാണ്. ഈ മാറ്റം നമുക്ക് എവിടെ കാണാം? നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റിയിലും കാണാം. കാരണം നമ്മളിപ്പോൾ എടുത്തൊരു സ്റ്റാറ്റിക്സ് എടുത്ത് പഠിച്ചു നോക്കിയാൽ PhDക്കാർ, JRFകാർ, നെറ്റുകാർ എല്ലാമാണ് ഈ HSCയിൽ ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഫിസിക്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ ഈ ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാർ, കെമിസ്ട്രി ക്വാളിഫിക്കേഷൻ, എക്കണോമിക്സ് ക്വാളിഫിക്കേഷൻ എല്ലാം ഉള്ള ആൾക്കാരെ എവിടെ കാണാം? HSC തലത്തിൽ കാണാം, ഹൈസ്കൂൾ തലത്തിൽ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈ ട്രാൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവർക്കുണ്ട്. അപ്പോൾ അത് വലിയ രീതിയിലേക്ക് തസ്തികയിലേക്ക് വരുമ്പോഴത്തേന് നമ്മുടെ ഓപ്പർച്യൂണിറ്റികളുടെ എണ്ണം കുറയ്ക്കാൻ ആ തരത്തിലേക്ക് ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ലയിപ്പിച്ച് കഴിഞ്ഞാൽ ആ യോഗ്യതയുള്ള ഹൈസ്കൂളിൽ ഈ നിശ്ചിത യോഗ്യതകൾ ബൈ ട്രാൻസ്ഫർ ഇതിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കും പഠിപ്പിക്കാൻ സാധിക്കും. തന്നെ ഇത് ലയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഹയർ സെക്കൻഡറി ഉള്ള ആളുകൾ താഴെ ഇറങ്ങി പഠിപ്പിക്കേണ്ടത്. അവിടെ നമുക്കൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇപ്പോൾ കൊമേഴ്സ് HSL ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കും? പണ്ട് സോഷ്യൽ സയൻസ് കൊമേഴ്സുകാർക്ക് പഠിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ആ റെസ്പെക്റ്റീവ്
സബ്ജക്റ്റിൽ PG ഉള്ളവർക്ക് മാത്രമേ പഠിപ്പിക്കുള്ളൂ. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളും സബ്ജക്റ്റ് വൈസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ടൻസി പഠിച്ച ഒരാൾ കൊണ്ടുപോയി 10ാം ക്ലാസ് ഏത് സബ്ജക്റ്റ് കൊടുക്കും അയാൾക്ക്? അങ്ങനെയുള്ള വിഷയങ്ങൾ ഈ സബ്ജക്റ്റ് തലത്തിലുണ്ട്. ഇപ്പം നമ്മൾ സംബന്ധിച്ചോളം അപ്പം ഈ എലിജിബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 90% ആൾക്കാർക്ക് ഉണ്ടെന്ന്. അതാണ് ഈ പ്രശ്നം. നമ്മൾ പറയുന്ന 1-2 പേർക്കല്ല. HSST പോട്ടെ, കോളേജ് ഗേറ്റ് എഡ്യൂക്കേഷനിലേക്ക് എൻട്രി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, അതായത് കോളേജിൽ പഠിപ്പിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകളാണ് ഈ HSA നിൽക്കുന്നത്. കാരണം ആ ജോബിന്റെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് കൂടുതൽ HSA ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിളിക്കുന്നു. ഡിസ്ട്രിക്ട് വൈസ് നിയമനങ്ങളാണ്, പെട്ടെന്ന് നിയമനം നടക്കുന്നതുകൊണ്ട് തന്നെ വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ HSA നിൽക്കുന്നത്. അപ്പം അവരെ സംബന്ധിച്ചോളം അവർ ഈ തരത്തിൽ ഇത് തന്നെ മെർജ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ പ്രശ്നം വരുന്നില്ല. അപ്പം അത്രയും ഓപ്പർച്യൂണിറ്റി അവിടെ നമുക്ക് കുറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ പല സബ്ജക്റ്റുകൾ, ഇപ്പോൾ കേട്ടറിൻ്റെ നമ്മൾ കണ്ടാണല്ലോ വിധികൾ. അപ്പം ഈ എന്ത് വന്ന് ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഏത് രീതിയിലാണ് ഇതിനെയൊക്കെ മാറ്റം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അധ്യാപകൻ തന്നെ, ഒരു സുഹൃത്താണ്, പുള്ളി നെറ്റുണ്ട്, PhD ഉണ്ട്, പുള്ളി HSA ആണ് വർക്ക് ചെയ്യുന്നത്. പുള്ളി പറയുകയാണ് കഷ്ടപ്പെട്ട് PhD ചെയ്തു, നെറ്റ് പാസ്സായി, മറ്റ് പേപ്പർ പബ്ലിക്കേഷൻസ് എല്ലാം ഉണ്ട്, പക്ഷെ കേട്ടിട്ടില്ലാത്തതിൻ്റെ പേരിൽ ആകെ കൂടി ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിൽക്കുകയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരാളെ സംബന്ധിച്ചാലും നമുക്ക് ഇതെല്ലാം സാർ ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു ജോബ് എവിടെയാണ് അല്ലേ? നമ്മൾ ഇത്രയും ഒന്നാമത് കാര്യം സാറ് ഇപ്പം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം 2 വർഷമാണ് ഇപ്പോൾ B.Ed. നേരത്തെ 1 വർഷം B.Ed.ഉം M.Ed. 1 വർഷമായിരുന്നു. അതായത് ഒരു UG PG 2 വർഷം കൊണ്ട് കിട്ടുന്ന സാഹചര്യത്തിൽ ഒരു B.Ed. ഇപ്പം തീർക്കണമെങ്കിൽ 2 വർഷമാണ്. അതായത് PG കഴിഞ്ഞിട്ട് സാറ് ഇതിൻ്റെ ഒരു വിഷയം എവിടെയാണെന്നറിയോ? PG കഴിഞ്ഞിട്ട് നമുക്ക് 2 വർഷം PG കഴിയുമല്ലോ. 2 വർഷം PG കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചിലപ്പോൾ റിസൾട്ട് വരാൻ വൈകും. അപ്പോൾ ആ വർഷം പോകും. ആ വർഷം പോയിട്ടായിരിക്കും നമ്മൾ പിന്നെ B.Ed.ന് ജോയിൻ ചെയ്യുന്നത്. ഈ 2 വർഷം കഴിഞ്ഞ് B.Ed.ഉം കഴിഞ്ഞിട്ട് ഈ ക്വാളിഫിക്കേഷൻ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് സെറ്റും പാസ്സായ ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ HSST പരീക്ഷയ്ക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എത്ര വർഷത്തെ ഒരു വെയിറ്റിംഗ് പീരീഡും അധ്വാനമാണ്. അപ്പം നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നതാണ് ഈ HSST എന്ന് പറയുന്നത്. വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും സാറൊന്നും ആലോചിക്കുക, 2025 ലാസ്റ്റ് അല്ലേ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇനിയും എന്നായിരിക്കും നോട്ടിഫിക്കേഷൻ വരുന്നത് അടുത്ത HSST? 2026 പരീക്ഷ നടന്ന ഒരു മെയ് അല്ലെ ജൂണിൽ പരീക്ഷ നടന്നു കഴിഞ്ഞാൽ അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒരു പക്ഷേ 2026 ലാസ്റ്റ് ആവും. ഇന്റർവ്യൂ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് വരണം. 2027 മുതലായിരിക്കും ഒരു പക്ഷേ അത് പ്രാബല്യത്തിലാവുക. 2030 വരെ 2030 അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത്. 29 അല്ലെ 30 അന്ന് എന്തായിരിക്കും കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖല എങ്ങനെയായിരിക്കും? നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഒരു സാധനവും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കേരളത്തിൽ മാത്രമല്ല ഈ പറഞ്ഞ ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന മാറ്റങ്ങൾ ഉറപ്പായിട്ട് കേരളത്തിലും പ്രതിധ്വനിക്കും. കാരണം നമുക്ക് ഒറ്റയ്ക്ക് മാറി നിൽക്കാനും പറ്റില്ല. കാരണം നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ട് മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, IIT-കളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചേരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മളും അവരുടെ ഭാഗമായ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. അതെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രശ്നം ഇവിടെയാണ്. ഇപ്പൊ ഓൾറെഡി B.Ed ഇന്റഗ്രേറ്റഡ് B.Ed.കൾ വന്നു. ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലും B.Ed.കൾ ഇന്റഗ്രേറ്റഡ് ആയിട്ട് മാറി. അതിപ്പോൾ പലതരത്തിലുള്ള ഇപ്പം 4 വർഷം B.Ed ആണോ, ഏത് രീതിയിലാണ് UG കോഴ്സുകൾ, ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകൾ വിളിക്കുമ്പോൾ B.Ed കൂടെ ചേർന്ന് വിളിച്ചു എന്ന് വെച്ചാൽ ഓൾറെഡി ഇംപ്ലിമെൻ്റ് ആയി. അപ്പം നമുക്കിത് എത്രയും പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ഇനി ഒരു ഓപ്പർച്യൂണിറ്റി 2030 അവിടെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോഴാണ് ഈ ഒരു വർഷം നടക്കുന്ന പ്രാധാന്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞ ജീവൻ മരണ പോരാട്ടമാണ്. കാരണം നമുക്കിത് വിട്ടാൽ ഇല്ല. ഇത് വിട്ടാൽ 2030 വരുന്ന വിദ്യാഭ്യാസ സാഹചര്യം എന്താണ്? സാർ ഇപ്പോൾ കണ്ടോ HSSTയുടെ ലിസ്റ്റൊക്കെ ഇടുന്ന കണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം ഏറ്റവും എലിജിബിൾ ലിസ്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ. പണ്ട് ഈ 300-400 ഇടുന്നിടത്ത് ഇപ്പം വളരെ എലിജിബിൾ ലിസ്റ്റ്, ഏറ്റവും ചെറിയ ലിസ്റ്റ് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചോളം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ HSST പരീക്ഷ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വിദ്യാർത്ഥി അധ്യാപക സുഹൃത്തുക്കളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നോട്ടിഫിക്കേഷൻ വന്ന അന്ന് തൊട്ട് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇന്നായിരിക്കണം. ഇപ്പം നമ്മൾ ഇത്രയും ദിവസം പോയി എന്നിരുന്നാൽ പോലും പറയുവാണ്, ഒരു സമയം നമുക്ക് ഇതിൻ്റെ അകത്ത് വേസ്റ്റ് ചെയ്യാനില്ല. ഒരു സമയം നിങ്ങൾക്ക് ജീവിത പ്രാരാബ്ദങ്ങളുള്ളവരുണ്ടാവും, ജോലി ചെയ്യുന്നവരുണ്ടാവും, ഗസ്റ്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും, അല്ലേ, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ടാവും. എന്തും ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിത പ്രാരാബ്ദങ്ങളോ ചുറ്റുപാടുകളോ പ്രശ്നങ്ങളോ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ 4 മാസം ഇതിനു വേണ്ടി മാറി നിൽക്കുകയും കൃത്യമായിട്ട് നിങ്ങൾ പ്രൊഫഷണലി ആയിട്ട് കൃത്യമായിട്ട് സ്ട്രക്ചറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറായി മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ യുദ്ധത്തിൽ വിൻ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഉറപ്പായി നമ്മളെ കൊണ്ട് ചെയ്യുന്ന കാര്യം മാക്സിമം നമ്മുടെ ഭാഗത്തു നിന്ന് എന്താണോ എഫർട്ട് ഇടാൻ പറ്റുക അത് മാക്സിമം ഇടുക. പിന്നെ റിസൾട്ട് വന്നോട്ടെ. തീർച്ചയായിട്ടും ഇതിനകത്ത് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ സാറേ, സമയം.
സമയം മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പം നമ്മുടെ ഏതൊക്കെ മേഖലകൾ മാറ്റി വെച്ചോ സാക്രിഫൈസ് ചെയ്തോ എന്ത് ചെയ്യണം, നമ്മൾ ഈ സമയം കൃത്യമായിട്ട് ഇതിനെ കൊണ്ട് കൊടുക്കുകയും ആത്മാർത്ഥമായി കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യണം. അങ്ങനെ മാത്രമേ നമുക്കിതിനെ നേരിടാൻ പറ്റുള്ളൂ. കാരണം HSST അത്രമാത്രം ഒരു വല്ലാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. കാരണം ഇപ്പം ചിലർ പറയുന്നുണ്ട്, അധ്യാപക സമൂഹത്തിൽ നിൽക്കുന്ന ആൾക്കാർ വരുന്നുണ്ട്, NVT ഇപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ ഹയർ സെക്കൻഡറി ആയിട്ട് മെർജ് ചെയ്യാൻ വേണ്ടി പോവാണ്. കാരണം പിള്ളേരില്ല. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി HSST ആയിട്ട് മെർജ് ചെയ്യുന്ന രീതിയിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓപ്പർച്യൂണിറ്റി അതനുസരിച്ച് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ HSST ദ ബെസ്റ്റ് ഇൻ ദ ഓപ്പർച്യൂണിറ്റി ആണ്. സോ നമ്മളതിനെ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം. നമ്മൾ മാറി നിൽക്കരുത്. നിങ്ങൾ കൺഫർമേഷൻ വന്നിട്ട് പഠിക്കാനിരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഫൈനൽ സിലബസ് വന്നിട്ട് നമുക്കിതൊന്നും അല്ലല്ലോ ഈ സിലബസ്, അങ്ങനെ ഒരു പരിപാടി ഇതിൻ്റെ അകത്തില്ല. അതായത് നമ്മളെ സംബന്ധിച്ചോളം ഒരു സമയവും കളയാണ്ട് നിങ്ങൾ ഉറങ്ങാനുള്ള സമയം ലഘൂകരിക്കുക, നിങ്ങൾ കഴിക്കാനുള്ള സമയം ലഘൂകരിക്കുക, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം മാറ്റിക്കോളുക. ഇതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വിഷയം. കാരണം ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ ഇനി പരിശ്രമിക്കാൻ സമയമുണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് പലർക്കും ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. എപ്പോഴും സാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിനുകളൊക്കെ എല്ലായ്പ്പോഴും താമസിച്ച് തുടങ്ങുന്നവനാണ് ഈ പ്രശ്നം അല്ലേ? പരീക്ഷയുടെ കുറച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത് ഓഡിറ്റ് ചാടുന്നതിനാണ് പ്രശ്നം. ഭയങ്കര പാടാണ് എത്തിപ്പിടിക്കാൻ. നേരത്തെ തുടങ്ങി ഏറ്റവും നന്നായിട്ട് പോകുക എന്നുള്ളതാണ് മാത്രമാണ് എൻ്റെ അത് പറയാനുള്ളത്. അതാണ് ഇതിനകത്തുള്ള ഞങ്ങളുടെ ഈ ഒരു ചർച്ചയുടെ ടേക്കും. അതാണ് ഈ പറഞ്ഞതുപോലെ മാക്സിമം നമുക്കറിയാം HSSTയുടെ പ്രാധാന്യം സാർ വിവരിച്ചു ഇത്തവണ നടക്കുന്നത്. അതിനുവേണ്ടി നമ്മുടെ മാക്സിമം എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. റിസൾട്ട് അത് വരും. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടാൽ റിസൾട്ട് ഉറപ്പായിട്ടും അതിൻ്റെ ഭാഗമായിട്ട് കിട്ടും. അപ്പോൾ അതിന് പ്രിയപ്പെട്ട അധ്യാപകരാകാൻ കൊതിക്കുന്ന, അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സാധിക്കട്ടെ. എല്ലാവിധമായ ആശംസകളും നേരുന്നു. താങ്ക് യു.